ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഫുൾ വീഡിയോ ആയാലോ? സംഭവം ഇത് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് ടൂർ പോയതിൻ്റെ കേട്ടോ. എനിക്ക് വോയിസ് അധികം കൊടുക്കാൻ പറ്റില്ല, കാരണം എനിക്ക് പനിയായി ചുമ പോയി, അതിൻ്റെ ഹാങ് ഓവറിൽ. ഞങ്ങൾ അവിടെ എത്തി രാത്രി ആകുമ്പോഴേക്കും മഴ പെയ്തു. അപ്പോൾ പിന്നെ നനഞ്ഞ് കൊതിർന്ന് ഇതിൽ പിറ്റേ ദിവസം എനിക്ക് പനിയായി. പക്ഷേ യാത്ര ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. 4-5 മണിക്കൂർ ഇരുന്ന് പണിക്കുറ്റം തീർന്നു എന്ന് തന്നെ പറയാം. പിന്നെ ഇവന്മാരാണ് കുറച്ച് കളിക്കും, പിന്നെ കരയും, പിന്നെ ചെയ്യും. അങ്ങനെ എൻ്റെ പൊന്നി, ഒരു വിധത്തിൽ ഞങ്ങളിതേ ഇവിടേക്കെത്തി. ഇവിടുന്ന് പിന്നെ കുഞ്ഞ് വഞ്ചിയിൽ കയറിയിട്ട് ആ റിസോർട്ടിലേക്ക് പോകുക, അങ്ങനെയായിരുന്നു പരിപാടി. ഇനി വഞ്ചിയിൽ കയറിയതേ ഞങ്ങൾക്ക് വരുന്ന വഞ്ചി ഓൾറെഡി ഞങ്ങളിതേ അമ്മയ്ക്ക് വഞ്ചിയിൽ കയറാൻ ഭയങ്കര പേടിയാട്ടോ. അതാണ് ഈ വഞ്ചിയിൽ ഏന്തി വലിഞ്ഞ് നോക്കണത്. അയ്യോ, ഈ ബോട്ടിലാണല്ലോ ഇനി പോവട്ടേ എന്നുള്ള കരച്ചിലാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത്. ഇനി ഞങ്ങളെല്ലാവരും അങ്ങനെ ഒരു വിധത്തിൽ ബോട്ടിലേക്ക് കയറുന്ന രംഗങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കണത്. പിള്ളേർക്ക് പിന്നെ അന്തം കൊന്നുമില്ലാത്ത കാരണം അവർക്കൊന്നും ഒരു പേടി ഉണ്ടായിരുന്നില്ല. സംഭവം എൻ്റെ കെട്ടി വെറുതെ പറഞ്ഞതായിരുന്നു കുഞ്ഞ് വഞ്ചിയായിരിക്കുമെന്ന്. പക്ഷേ വിചാരിച്ച പോലെ തന്നെ കുഞ്ഞ് വഞ്ചിയാണ് വന്നത്. കുഞ്ഞ് വഞ്ചി മീൻസ് ഇങ്ങനത്തെ വഞ്ചി. ഇത് സംഭവം നമ്മൾ കയറുമ്പോൾ ഒരു കിളിക്കുണ്ടായിരിക്കും. ഓൾറെഡി അമ്മാമ്മയ്ക്കൊന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ. അമ്മയ്ക്ക് പിന്നെ ചെറുപ്പത്തിലെ പേടിയായതുകൊണ്ടാണ് വഞ്ചി ആൾക്കൊരു പണ്ടേ പേടിയാണ്. ഇത് കയറുമ്പോൾ ഇങ്ങനെ കുലുങ്ങും. അതാണ് മെയിനായിട്ട് നമുക്കൊരു പേടി വരിക. ഞാനൊക്കെ ആദ്യം കയറി കുത്തിയിരുന്നു. നമുക്ക് പിന്നെ പണ്ടേ പേടിയില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. എൻ്റെ കെട്ടിയൊന്നും കണ്ടില്ലേ. വോയിസ് ഇടയ്ക്കിടയ്ക്ക് നിൽക്കും, കാരണം എനിക്ക് കണ്ടിന്യൂസ് വോയിസ് കൊടുക്കുമ്പോൾ സൗണ്ട് പോകുന്നുണ്ട്, അതുകൊണ്ട് ക്ഷമിക്കുക. ഞാൻ പറഞ്ഞില്ലേ അമ്മ അവിടെ ഇരുന്നു എന്ന്. സംഭവം പേടിച്ചിട്ടാണ്, വേറെ ഒരാൾക്ക് വഞ്ചി ഭയങ്കര പേടിയാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങളെല്ലാവരും വഞ്ചിയുടെ ഉള്ളിൽ കയറി കുത്തിയിരുന്നു. സൈക്കോ എൻ്റെ കെട്ടിയും കുത്തിയിരുന്ന് ചിരിക്കണം കണ്ടില്ലേ. സംഭവം ഇതിൻ്റെ വോയിസിൽ ഞാനും ബാക്കിലിരുന്ന് ചിരിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് എന്നെ ഒറ്റയ്ക്ക് ബാക്കിലേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരൂ, എൻ്റെ അടുത്ത് ഇരിക്കുമെന്നും പറഞ്ഞു ഞാൻ കെട്ടിയോനെ എൻ്റെ അടുത്ത് ഇരുത്തി. അമ്മതെ പേടിച്ചതേ അമ്മാമ്മേനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കട്ടെ. ഇവിടെ നിന്ന് ഞങ്ങൾക്കിതേ അക്കരയ്ക്ക് എത്തിയാൽ അവിടെയാണ് ഞങ്ങൾക്ക് റിസോർട്ട് ഉണ്ടായിരുന്നത്. സംഭവം ഞങ്ങൾ സ്റ്റേ ഒന്നും അടിച്ചില്ല, നൈറ്റ് റിട്ടേൺ വരികട്ടോ ചെയ്തത്. എത്തിയില്ലല്ലോ പറഞ്ഞേ, ഇപ്പം എത്തും. ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ കായലിൽ കക്ക പറക്കാൻ പോയി. അതാണ് മക്കളെ ഹൈലൈറ്റ്. അതായത് ഫുൾ കായലിൽ സെൻറ്ററിൽ ഒരു പോർഷനിൽ മാത്രം നമുക്ക് ഇറങ്ങി നിൽക്കാവുന്ന ഭാഗത്തിലൊരിതുണ്ട്. അവിടെ കൊണ്ട് വഞ്ചിയിടും, നമുക്ക് ഇഷ്ടം പോലെ കളിക്കാം. അങ്ങനെയാണ്. ഞങ്ങൾ എത്താൻ നേരം വൈകി. 10 മണിക്ക് എത്താൻ ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ എത്തിയത് 1 മണിക്ക്. അപ്പം ഞങ്ങളുടെ അത്രയും സമയം വേസ്റ്റായി പോയി. എന്നാലും സാരില്ല, ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്നുള്ള പോലെയാണ്. ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഹിന്ദി ചേട്ടൻ ചായയൊക്കെ കൊണ്ടുവന്നപ്പോൾ നിൽക്കുന്ന ഒരു ആന. എന്തായാലും ജീവനുള്ള ആനയുടെ മുകളിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ കോണിയൊക്കെ വെച്ച കാരണം ഞങ്ങൾ ജീവനില്ലാത്ത ആനയുടെ പുറത്ത് കയറി. പിന്നെ കുറേ ഫോട്ടോസും ഇതൊക്കെ എടുത്തു. അവിടെ നിന്ന് പിള്ളേർക്ക് കളിക്കാൻ കുറേ പാർക്ക്, പിന്നെ ഫുട്ബോള്, ക്രിക്കറ്റില്ല, ഫുട്ബോൾ പറഞ്ഞു വന്നപ്പോൾ ക്രിക്കറ്റ് ഓട്ടോമാറ്റിക് വന്നു പോയതാണ് കേട്ടോ. വോയിസ് കൊടുത്തോണ്ടിരിക്കുമ്പോൾ എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇടയ്ക്കടയുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. അത്യാവശ്യം കുറേ റൂമുകളുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെയായിരുന്നു കിച്ചണും എല്ലാ സംഭവങ്ങളും ഉണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളിൽ അധികം നേരം കളിക്കാൻ പറ്റിയില്ല, ഭയങ്കര മോശമായി പോയി അത്. കാരണം ഞങ്ങൾ എത്താൻ നേരം വൈകി. ഇത് 10 മണി തൊട്ട് 6 മണി വരെ അങ്ങനെ തോന്നുന്നു. പിന്നെ സ്റ്റേ ഉള്ളവർക്ക് സ്റ്റേ അങ്ങനെയാട്ടോ അത് വരണത്. ഞാൻ പറഞ്ഞില്ലേ അമ്പയറൊക്കെ ഉണ്ടായിരുന്നു, ഷട്ടില്, പിന്നെ എന്ത് ഗെയിമൊക്കെ, അങ്ങനെ കുറച്ച് ഗെയിമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കളിക്കാനൊക്കെ ആയിട്ട്. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തല കറങ്ങി, ഇതിൽ കിടന്ന് വട്ടം കറങ്ങിയത്. അതെ, ഇതിൽ കയറിയിരുന്നതാണ്. കുറച്ച് എനിക്ക് തല കറങ്ങിയപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇവിടുന്ന് ഞങ്ങൾ നേരെ ബോട്ടിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ കാലോട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് സാരില്ലേ, അതിലേക്ക് പോയി. അതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഇതിലുണ്ടാണ്. കാരണം ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫോൺ അവിടെ വെച്ച് ഞാൻ പിന്നെ ചാർജറൊന്നും ഇല്ലാത്ത കാരണം ഞാൻ പിന്നെ എടുക്കാൻ നിന്നില്ല. അതിൻ്റെ ക്ലിപ്പിങ്ങുകളൊന്നും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടില്ല. ഇത് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ, ബോട്ടിങ് കഴിഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ എത്തിയപ്പോഴാണ് ഭയങ്കര മഴ ഇടിവെട്ടാൻ നേരെ എത്തുന്നത്. ഇതിലാണ് എനിക്ക് പനി കിട്ടിയത്. എനിക്ക് നല്ല സംശയമുണ്ട്. ആ മഴയത്ത് കയറി സ്വിമ്മിംഗ് പൂളിൽ കളിച്ചപ്പോൾ എനിക്ക് പനി അങ്ങനെ കിട്ടി. ഇതിൽ കക്ക പറക്കണ വീഡിയോസൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, കാരണം വീഡിയോസ് ഫുള്ളും ഹാങ്ങായിപ്പോയി. ഈ സമയത്തൊക്കെ നല്ല മഴ, നല്ല ഇടിവെട്ടം. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഇടിവെട്ടി എനിക്ക് വെള്ളത്തിനുള്ളിൽ കിടന്ന് ചാവുന്നത്. എന്തായാലും അതൊന്നും ഉണ്ടായില്ല. 6 മണിയായി പറഞ്ഞത്. സമയം കഴിഞ്ഞ് മക്കളെ ഇറങ്ങൂ. പുറത്ത് നല്ല മഴയും നല്ലതും, സ്വിമ്മിംഗ് പൂള് ഭയങ്കര ചൂടായിട്ടായിരിക്കണ്ടായിരുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ കായലിൽ പോയ ക്ലിപ്പുകളാട്ടത്. ഈ സമയത്തൊക്കെ നല്ല മഴയാട്ടം പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ച് പോന്നു.
എൻ്റെ പൊന്നെ ഓരോ തിരുത്തിനും ഓരോ മുക്കിലും ഓരോ വീടുകൾ കാണാം. ഞാൻ ചോദിച്ചു പേടിയാവില്ല പൊന്നെ ഇവർക്ക്. ഞങ്ങളൊക്കെ തണുത്ത് വിറച്ച ഐസ് കട്ട പോലെയായിട്ടാണ് ഇരിക്കണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് ഈ തണുപ്പത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ സ്വിമ്മിങ് പൂളിൽ ഇറങ്ങിയത്. അതാണ് ഈ പനി വരാനുള്ള മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇത് ക്ലിപ്പിങ്ങുകൾ ഞാൻ പറഞ്ഞില്ല, കുറേ ക്ലിപ്പുകളുണ്ട്. അതെല്ലാം കൂടി ആയിട്ട് ഇതെൻ്റെ ഫോൺ ഹാങ്ങായിപ്പോൾ എനിക്ക് കുറച്ച് ഡിലീറ്റ് ചെയ്യേണ്ട വന്നു. പിന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാവരുടെ ഫോണിൽ നിന്നും പറക്കി എടുത്തിട്ടുള്ള വീഡിയോസാട്ടോ ഇതൊക്കെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല ഓരോ മുക്കിൽ ഇതുപോലെ ഓരോ വീടുകൾ. ഈ വീട്ടിലുള്ളത് ആൾക്കാരില്ല. അതിൽ 2-3 വീഡിയോ 2-3 ഏരിയയിൽ വീടുകളുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇതാണ് കക്ക പറക്കണ കണ്ടില്ല, ഇതാണ് പപ്പ കക്ക പറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഞങ്ങൾ എന്നിട്ട് കക്കക്കറിയൊക്കെ വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ പറക്കാൻ ഭയങ്കര എളുപ്പമായിരുന്നു. അമ്മിയല്ലല്ലോ പപ്പിയും കെട്ടിയവനായിരുന്നു മെയിനായിട്ട് പറക്കണ്ടായിരുന്നത്. ചേച്ചിയും പറക്കണ്ടായിരുന്നു. ഞാനും പിന്നെ കുറച്ചായിട്ട് പറക്കി, കാരണം ഫുൾ ഉപ്പുള്ളായിരുന്നു. എനിക്ക് കക്ക എല്ലാവരുടെ അടുത്തും ശേഖരിച്ച് കൊണ്ട് സഞ്ചിയിലിടുന്ന പരിപാടിയായിരുന്നു എനിക്ക്. ആദ്യമൊക്കെ പിള്ളേർ അപ്പുറത്ത് ഞങ്ങളുടെ ബോട്ടിൽ വേറെ ടീമുകളുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അപ്പുറത്ത് അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കക്ക പറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പാമ്പ് ജീവനും കൊണ്ട് ഓടി ഞങ്ങൾ നേരെ വഞ്ചിയിൽ കയറിയത്. നന്നായി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ കലാപരിപാടികൾ അവസാനിച്ചു. അപ്പം ടാറ്റാ.